അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഇതനുസരിച്ച് ആരാണ് രക്ഷപ്പെടുക? തിന്മക്കൊക്കെ അള്ളാഹു ശിക്ഷ നൽകാൻ തുനിഞ്ഞാൽ നമ്മളിൽ ആരാണ് രക്ഷപ്പെടുക? നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും പൈതുണ്ടാവുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, താങ്കൾ സങ്കടപ്പെടാറില്ലേ? അത് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറില്ലേ? നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഉറ്റവര്, അതുപോലെ തന്നെ നമ്മളോട് ബന്ധപ്പെട്ടവര്, സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അങ്ങനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ, അതുപോലെ നമ്മളെ അഭിമാനത്തിന് മറ്റുള്ളവർ ക്ഷതമേൽപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് സങ്കടം ഉണ്ടാവാറില്ലേ? താങ്കൾ രോഗിയാവാറില്ലേ? താങ്കൾക്ക് ആരോഗ്യത്തിന് ക്ഷതം ഉണ്ടാവാറില്ലേ? രോഗം പിടിക്കാറില്ലേ? താങ്കൾക്ക് ബുദ്ധിമുട്ടുകൾ ബാധിക്കാറില്ലേ? പ്രയാസങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോൾ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ റസൂലേ, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെയാണത്, അതായത് തിന്മക്കുള്ള പ്രതിഫലം അത് തന്നെയാണ്. ഒരു മുഅ്മിന്റെ തിന്മക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്, അവന് സങ്കടങ്ങൾ വരുന്ന സമയത്ത് അത് അവന് അള്ളാഹു ദുനിയാവ് തന്നെ കൊടുക്കുന്ന ശിക്ഷയാണ്. അവന് രോഗം വരുന്ന സമയത്ത് ദുനിയാവ് തന്നെ കൊടുക്കുന്ന ശിക്ഷയാണ്. ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്ന സമയത്ത് അവന് ദുനിയാവ് തന്നെ കൊടുക്കുന്ന ശിക്ഷയാണ്. എന്തിനു വേണ്ടി? പരലോകത്തേക്ക് അവൻ്റെ ഹിസാബിനെ മാറ്റി വെക്കാതിരിക്കാൻ വേണ്ടി, പരലോകത്ത് കറകളഞ്ഞ രൂപത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി.